ഹലോ, അസ്സാം വലൈക്കും. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഓലൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൻപയർ വേണം. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ള് എടുക്കില്ല, അത് വേറൊരു ആവശ്യത്തിനും കൂടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ അങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലൊക്കെ കളഞ്ഞിട്ടെടുക്കുക. ഒരു കുമ്പളങ്ങ ഫുള്ളും എടുക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളം ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ പിന്നെ കറി വെക്കാലോ വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങ മൂത്തതാണോ എന്ന് നോക്കുക, അതുപോലെ കുരു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നല്ല മൂക്കാത്തതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ട് ഉള്ളിലത്തേതൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിവിടെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കും ചെയ്യുക. സദ്യയിൽ അവിയലിൻ്റെ പോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഓലന്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. നമ്മളത് ഒരുപാടൊന്നും ഒഴിച്ചിട്ട് കഴിക്കണമെന്നല്ലല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ടാകുമ്പോൾ ഇലയുടെ ഒരു സൈഡിൽ കുറച്ച് മാത്രമല്ലേ ഒഴിക്കുള്ളൂ. അങ്ങനെ ഇതാ കുമ്പളങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് ഉള്ളിത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കരുത്. നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ടല്ലേ കട്ട് ചെയ്യുക, അതുപോലെ ആക്കരുത്. ഇതിങ്ങനെ ഭയങ്കര ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴും ഇങ്ങനെ ഉടഞ്ഞൊരു രീതിയിലായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുമ്പളങ്ങൊക്കെ അതാ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഓലൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മൂക്കാത്ത കുമ്പളങ്ങ നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ ഒരു കറിക്ക്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരും ഓരോരോ ടൈപ്പിലാണല്ലോ ഓലൻ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയൊരു കഷ്ണം മത്തനൊക്കെ ഇട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യുക. പക്ഷെ ഇത് മാത്രമാകുമ്പോൾ ആ ഒരു കളറിലൊന്നും ചേഞ്ച് വരില്ല. അതുപോലെ തന്നെ വൻപയർ ഇടാതെ വെക്കുന്നവരുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വേപ്പിലയും ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. 2ാം പാലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല, അത്രയ്ക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിലാണ് വൻപയർ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആയിട്ട് പോവുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പോളം 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് 1ാം പാലും 2ാം പാലും. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചൂടാക്കിയിട്ട് എടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ വെളിച്ചെണ്ണ കൂടിയും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഇപ്പം തന്നെ യൂസ് ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ് ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ വേപ്പിലയുടെയും കൂടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.